Good morning dear students, welcome to CE 303 Structural Analysis 2 class. Now we are discussing module 6. So kinematic methods in the problems are we discussing. So next problem, determine the collapse load in the fixed beam shown in figure in which plastic moment capacity is 2 MP in one half and MP in other half. So ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഫിക്സഡ് ബീം അതിൽ ഒരു കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. L/3 ഡിസ്റ്റൻസിലാണ് കോൺസെൻട്രേറ്റർ ലോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് ഹാഫിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി 2 MP ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി MP ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് എത്ര മെക്കാനിസംസ് വരുന്നുണ്ട് നോക്കുക. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെക്കാനിസം കൺസിഡർ ചെയ്തിട്ട് കൊളാപ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടെ നമുക്കറിയാം ഇതൊരു ഫിക്സഡ് ബീമാണ്. ഓക്കെ, എ എന്നുള്ളൊരു ഫിക്സഡ് ബീമാണ്, അതുപോലെ ബിയും ഒരു ഫിക്സഡ് ബീമാണ്. സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാനുള്ള പൊസിഷൻസ്, എവിടേക്കാ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൊക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലൊരു പോയിന്റാണ് ഫിക്സഡ് ബീം. ഫിക്സഡ് പോയിന്റ് നമ്മുടെ സപ്പോർട്ട് ഫിക്സഡ് ആണെങ്കിൽ അവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ എ എന്നുള്ള സപ്പോർട്ടിനകത്ത് ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും, അതുപോലെ ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിലും ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. സോ ഈ ഒരു കേസിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും 3 പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ചെയ്താൽ അവിടെ ഒരു മെക്കാനിസം ഫോം ചെയ്യും. ഓക്കെ, സോ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ചസ് ടു ഫോം മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി +1 ആയിരുന്നു. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി +1 ആണ്. സോ ഇവിടെ ഫിക്സഡ് ബീമാണ്, ബോത്ത് സൈഡ്സും ഫിക്സഡ് ആണ്. സോ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് ഒരു ഫിക്സഡ് എൻഡിൽ 2 നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ ഫിക്സഡ് എൻഡിലും. അപ്പോൾ 2 നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് മൈനസ് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഇവിടെ സിഗ്മ FY = 0 ആൻഡ് സിഗ്മ M = 0 രണ്ടാണ്. സോ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി നമുക്ക് 1 കിട്ടും, അതിന്റെ 2 കിട്ടും, അതിന്റെ കൂടെ പ്ലസ് നമ്മുടെ ഇക്വേഷനിലുള്ള 1ഉം, ദാറ്റ് ഈസ് 2 + 1 = 3. സോ ഒരു മെക്കാനിസം ഫോം ചെയ്യണമെങ്കിൽ ഈ ഒരു ബീമിൽ 3 പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്താൽ തന്നെ അവിടെ ഒരു മെക്കാനിസം ഫോം ചെയ്യും. അപ്പൊ നമുക്കിവിടെ ഓൾറെഡി എ എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ ഒരു ഫിക്സഡ് സപ്പോർട്ടാണ്, അവിടെ ഒരു ഹിഞ്ച് ഫോം ചെയ്യും. അതുപോലെ ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിലും ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. ഇനിയുള്ളത് AB എന്ന് പറഞ്ഞ സ്പാനിൽ ഏതെങ്കിലും ഒരു പോയിന്റിലും കൂടെ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫോം ചെയ്താൽ നമുക്കൊരു മെക്കാനിസം ഫോം ചെയ്യും. സോ ഇവിടെ നമ്മൾ പിന്നെ പറഞ്ഞിരുന്ന പോയിന്റ്സിൽ ഒന്നാണ് അണ്ടർ ദ കോൺസെൻട്രേറ്റർ ലോഡ്സ്. കോൺസെൻട്രേറ്റർ ലോഡ്സിന്റെ താഴെ ഒരു ഹിഞ്ച് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് W എന്ന് പറഞ്ഞൊരു കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഇവിടെ സെൻട്രൽ പോയിന്റ് നമ്മൾ C എന്ന് കൊടുത്തു, ഈ ഒരു കോൺസെൻട്രേറ്റർ ലോഡ് വരുന്ന പോയിന്റ് D ആണെങ്കിൽ ഈ ഒരു D എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വേറൊരു പോയിന്റ് ആണ് വെറെവർ MP വാല്യൂ ചേഞ്ചസ്. സോ MPയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ്സിനകത്തും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. സോ ഇവിടെ ഈ C എന്ന് പറഞ്ഞ പോയിന്റിനകത്ത് 2 MP-യിൽ നിന്ന് MP-യിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു C എന്ന് പറഞ്ഞ പോയിന്റ്. സോ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 പോസിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് മെക്കാനിസം = N-R ആണ്. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിബിൾ പ്ലാസ്റ്റിക് ഹിഞ്ചസ്. സോ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ 1 എയിലുണ്ട്, ബിയിൽ വരും, സിയിൽ വരും ആൻഡ് ഡിയിൽ വരും. സോ 4 നമ്പർ ആണ് നമ്പർ ഓഫ് പോസിബിൾ പ്ലാസ്റ്റിക് ഹിഞ്ചസ്. ദെൻ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി നമുക്ക് കിട്ടി 2. R എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ്, അത് 2 ആണ്. സോ 4 - 2 = 2. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് മെക്കാനിസം. അപ്പോൾ ഇവിടെ ഒരു 2 മെക്കാനിസംസ് ആണ് ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യേണ്ടി വരിക. ഓക്കെ, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് മെക്കാനിസം = 2 എന്ന് കിട്ടി. സോ ഇവിടെ നമുക്ക് 3 ഹിഞ്ചസ് മതി ഒരു മെക്കാനിസം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് നമ്മൾ എയിലും ബിയിലും അണ്ടർ ദ ലോഡ് അങ്ങനെ 3 പ്ലാസ്റ്റിക് ഹിഞ്ചസ് കൺസിഡർ ചെയ്യും. ഫസ്റ്റ് എയിലും ബിയിലും എന്തായാലും പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ചെയ്യും. പിന്നെ AB എന്ന് പറഞ്ഞ സ്പാനിലെ ഒരു പോയിന്റിലെ പ്ലാസ്റ്റിക് ഹിഞ്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ D എന്ന് പറഞ്ഞ പോയിന്റിലെ പ്ലാസ്റ്റിക് ഹിഞ്ച് കൺസിഡർ ചെയ്യും, അതൊരു മെക്കാനിസം ഫോം ചെയ്യും. ദെൻ നമ്മൾ എയും ബിയിലും സിയിലും മൂന്നാമത്തെ പ്ലാസ്റ്റിക് ഹിഞ്ച് സിയിൽ കൺസിഡർ ചെയ്തിട്ട് അതൊരു മെക്കാനിസം കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിന്റെ കൊളാപ്സ് ലോഡ് കണ്ടുപിടിക്കുക. അങ്ങനെ ഈ 2 മെക്കാനിസം യൂസ് ചെയ്തിട്ട് കൊളാപ്സ് ലോഡ് കണ്ടുപിടിച്ചിട്ട് അതിൽ ലീസ്റ്റ് കൊളാപ്സ് ലോഡാണ് നമ്മുടെ റിയൽ കൊളാപ്സ് ലോഡ്. അതിന്റെ കറസ്പോണ്ടിങ് മെക്കാനിസം ആണ് റിയൽ മെക്കാനിസം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ മെക്കാനിസം 1 കൺസിഡർ ചെയ്യാം. സോ മെക്കാനിസം 1 നമ്മൾ പറഞ്ഞു ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് എ എന്ന് പറഞ്ഞ പോയിന്റിൽ
ഫോം ചെയ്യും. അവിടുത്തെ മൊമെന്റ് കപ്പാസിറ്റി നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. ഈ ഒരു സെൻറ്ററിലെ പോർഷനിൽ L/2 പോർഷൻ വരെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി 2 MPa ആണ്. ഓക്കെ, സോ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു 2 MPa. അതുപോലെ ബി എന്ന് പറഞ്ഞ പോയിന്റിനകത്തും ഒരു പ്ലാസ്റ്റിക് ഇഞ്ച് ഫോം ചെയ്യും. ബട്ട് അവിടുത്തെ മൊമെന്റ് കാരിങ് കപ്പാസിറ്റി പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി MP ഉള്ളൂ, 2 MP ഇല്ല, MP ആണുള്ളത്. സോ നമ്മൾ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ MP മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മൾ തേർഡ് ഹിഞ്ച് ഫോം ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അണ്ടർ ദ ലോഡിലാണ്, അണ്ടർ ദ ലോഡ് W. സോ ആ ഒരു W എന്ന് പറഞ്ഞ പൊസിഷൻ L/3 ഡിസ്റ്റൻസിലാണ്. സപ്പോർട്ട് എയിൽ നിന്ന് L/3 ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഡബ്ല്യുവിൻ്റെ പൊസിഷൻ. സോ ആ ഒരു L/2 വരെയുള്ള പോർഷൻ വരെ, എയിൽ നിന്ന് L/2 വരെ പോർഷനിൽ 2 MPa ആണ് നമ്മുടെ പ്ലാസ്റ്റിക് ഹിഞ്ച്, 2 MPa ആണ് നമ്മുടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. സോ ഈ അണ്ടർ ദ ലോഡിൽ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി 2 MPa തന്നെ വരിക. സോ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ 3 പോയിന്റിലെയും പ്ലാസ്റ്റിക് ഹിഞ്ച് മാർക്ക് ചെയ്തു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എഴുതി. ദെൻ നമ്മൾ തീറ്റ മാർക്ക് ചെയ്യുക. സോ ഹിയർ θ1 ആൻഡ് അവിടെ θ1 ആയതുകൊണ്ട് ഇവിടെയും നമ്മൾ θ1 വരും. ദെൻ ബി എന്ന് പറഞ്ഞ ജോയിന്റിൽ ആംഗിൾ റൊട്ടേഷൻ θ2 ആണ്. സോ ഹിയർ ഓൾസോ θ2. ഓക്കെ, ദെൻ ലോഡിൻ്റെ താഴെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എന്ന് മാർക്ക് ചെയ്തു. ദെൻ ലെങ്ത് L/3 മാർക്ക് ചെയ്തു. ദെൻ ടോട്ടൽ ലെങ്ത് 2L/3 ആയതുകൊണ്ട് നമ്മുടെ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് D to B എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് 2L/3 വരും. ഓക്കെ, ദെൻ നമുക്ക് θ1ഉം θ2 തമ്മിൽ റിലേഷൻ കണ്ടുപിടിക്കണം. സോ ഫ്രം ഫിഗർ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. AD, ഇത് E ആണെങ്കിൽ ADE എന്ന് പറഞ്ഞ പോർഷൻ കൺസിഡർ ചെയ്യുക. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു L/3 θ1 എന്ന് കിട്ടും, അത് എഴുതി. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ഒരു പാർട്ട് കൺസിഡർ ചെയ്യുമ്പോൾ വി ഗെറ്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2L/3 θ2. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ സെയിം ആണ്, ഡെൽറ്റ സെയിം ആണ്, ഡെൽറ്റയാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. സോ നമുക്ക് എഴുതാൻ പറ്റും L/3 θ1 is equal to 2/3 L θ2. ദാറ്റ് ഈസ് വി ഗെറ്റ് θ1 is equal to 2 θ2. സോ θ1ഉം θ2 തമ്മിൽ റിലേഷൻ നമ്മൾ എഴുതി. നെക്സ്റ്റ് നമുക്ക് ഇന്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇന്റേണൽ വർക്ക് ഡൺ is equal to മൊമെന്റ് ഇൻറ്റു റൊട്ടേഷൻ. ഇന്റേണൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഇൻറ്റു റൊട്ടേഷൻ ആണ്. സോ ഓരോ പോയിന്റ് കൺസിഡർ ചെയ്യുക, ഓരോ ഹിഞ്ച് കൺസിഡർ ചെയ്യുക, അവിടുത്തെ മൊമെന്റ് ഇൻറ്റു കറസ്പോണ്ടിങ് റൊട്ടേഷൻ ആണ് ഇന്റേണൽ വർക്ക് ഡൺ. സോ ഫസ്റ്റ് നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്തിട്ടുണ്ട്. സോ അവിടുത്തെ മൊമെന്റ് 2 MPa ആണ്, കറസ്പോണ്ടിങ് റൊട്ടേഷന് θ1 ആണ്. സോ അത് എഴുതി 2 MPa ഇൻറ്റു θ1. നെക്സ്റ്റ് പോയിന്റ് അണ്ടർ ദ ലോഡ് ആണ്, അതായത് നമ്മൾ ഡി എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അവിടുത്തെ റൊട്ടേഷൻ θ1 പ്ലസ് θ2, 2 റൊട്ടേഷൻ വരുന്നുണ്ട്. ഇവിടെ θ1ഉം ഹിയർ θ2 വരും. ഓക്കെ, സോ 2 MPa ഇൻറ്റു θ1 പ്ലസ് θ2. ദെൻ നെക്സ്റ്റ് നമ്മുടെ ബി എന്ന് പറഞ്ഞ ജോയിന്റിൽ മൊമെന്റ് കപ്പാസിറ്റി MP ആണ് ആൻഡ് റൊട്ടേഷന് θ2 ആണ്. സോ അത് ആഡ് ചെയ്തു MP ഇൻറ്റു θ2. 3 ഹിഞ്ചസിലെയും ഇന്റേണൽ വർക്ക് ഡൺ ആഡ് ചെയ്തു. സോ വി ഗെറ്റ് 2 MPa θ1 പ്ലസ് 2 MPa θ1 പ്ലസ് θ2 പ്ലസ് MP θ2. ഇനി നമുക്കിതെല്ലാം ഒരൊറ്റ അൺനോണിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ എഴുതിയിട്ടുണ്ട് θ1 is equal to 2 θ2. θ1ഉം θ2 നമ്മൾ റിലേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, θ1ന് 2 θ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് 2 MPa ഇൻറ്റു 2 θ2 പ്ലസ് 2 MPa ഇൻറ്റു 2 θ2 പ്ലസ് θ2 പ്ലസ് MP θ2. സോ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 11 MP θ2. സോ ഇന്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 11 MP θ2. നെക്സ്റ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ ആണ്. എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്നാൽ നമ്മുടെ എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള വർക്ക് ഡൺ ആണ്. സോ എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് WC ഇൻറ്റു ഡെൽറ്റ. ലോഡാണ് WC, കൊളാപ്സ് ലോഡ്, ഇൻറ്റു ആ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ. സോ നമുക്ക് ഡെൽറ്റനെ θ2ന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണം, ബിക്കോസ് നമ്മുടെ ഇന്റേണൽ വർക്ക് ഡൺ θ2ന്റെ ടേമിലാണ്. സോ നമ്മൾ θ2 ഡെൽറ്റ ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2L/3 θ2. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, WC ഇൻറ്റു 2L/3 θ2. ഡെൽറ്റയ്ക്ക് നമ്മൾ 2L/3 θ2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇന്റേണൽ വർക്ക് ഡണ്ണും കാൽക്കുലേറ്റ് ചെയ്തു, എക്സ്റ്റേണൽ വർക്ക് ഡണ്ണും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇന്റേണൽ വർക്ക് ഡണ്ണും എക്സ്റ്റേണൽ വർക്ക് ഡണ്ണും ഇക്വേറ്റ് ചെയ്യണം. സോ external work done is equal to internal work done, that is WC into 2L/3 into θ2 equal to 11 MP θ2. So നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കൊളാപ്സ് ലോഡ് ആണ്. സോ WC is equal to
33/2 ഇൻറ്റു MP/L എന്ന് കിട്ടും. ദാറ്റ് ഈസ് WC ഈസ് ഈക്വൽ ടു 16.5 MP/L. നമ്മൾ ഫസ്റ്റ് മെക്കാനിസം കൺസിഡർ ചെയ്തു. കറസ്പോണ്ടിങ് കൊളാപ്സ് ലോഡ് നമുക്ക് കിട്ടി 16.5 MP/L. നെക്സ്റ്റ് നമ്മൾ മെക്കാനിസം 2 കൺസിഡർ ചെയ്യാം. മെക്കാനിസം 2-നകത്ത് സപ്പോർട്ട് എയിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ട്, സപ്പോർട്ട് ബിനകത്ത് പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ട്. ദെൻ നമ്മുടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുന്ന പോയിന്റ്, ദാറ്റ് ഈസ് സി എന്ന് പറഞ്ഞ സെൻട്രൽ പോയിന്റിനകത്തും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നു. ഈ ഒരു 3 പ്ലാസ്റ്റിക് ഹിഞ്ചാണ് സെക്കൻഡ് മെക്കാനിസത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അറ്റ് എ, ബി ആൻഡ് സെൻട്രൽ സി. ഓക്കെ, ലോഡ് ആക്ട് ചെയ്യുന്നത് L/3 ഡിസ്റ്റൻസിലാണ്. പ്ലാസ്റ്റിക് കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുന്ന പൊസിഷൻ സെൻട്രലാണ്, L/2 ഡിസ്റ്റൻസിലാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് തീറ്റ തമ്മിലുള്ള റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഹിയർ θ1, then here θ2, here also θ2. സോ ഫസ്റ്റ് നമ്മൾ θ1ഉം θ2ഉം തമ്മിലുള്ള റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ സെൻട്രലിലെ പോർഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആ ഒരു ഇതാണ് ഡെൽറ്റ. സോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു L/2 θ1. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയും ഡെൽറ്റ ഈസ് ഈക്വൽ ടു L/2 θ2. കാരണം നമ്മുടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൻട്രലാണ്, L/2 ഡിസ്റ്റൻസിലാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡിസ്റ്റൻസ് L/2 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിലും L/2 ആണ്. സോ നമുക്ക് θ1 ഈസ് ഈക്വൽ ടു θ2 ഈസ് ഈക്വൽ ടു θ എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ നമ്മുടെ തീറ്റ റൊട്ടേഷൻ സെയിം ആണ്. ദെൻ നമുക്കിവിടെ സെൻട്രലിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ. ദെൻ W നമ്മുടെ അണ്ടർ ദ ലോഡ് ഡി എന്ന് പറഞ്ഞ പോയിന്റ്, ലോഡിന്റെ താഴെയുള്ള ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ Δ1 എന്ന് കൊടുത്തു. സെൻട്രലിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ. ദെൻ ലോഡിന്റെ അണ്ടറിലുള്ള ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ Δ1 എന്നാണ് കൊടുക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് Δ1. നമുക്ക് എക്സ്റ്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ Δ1ന്റെ വാല്യൂ ആണ് വേണ്ടത്. ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്, അപ്പോൾ W ഇൻറ്റു Δ1 ആണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡെൽറ്റയും Δ1ഉം തമ്മിൽ റിലേഷൻ അറിയണം. ഓക്കെ, അതിന് നമ്മൾ സിമിലർ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ചെറിയ ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ ബൈ L/2. So this delta by L/2 is equal to this Δ1 by ഈ ഒരു ഡിസ്റ്റൻസ് L/3. ഓക്കെ, സോ ഡെൽറ്റ ബൈ L/2 is equal to Δ1 by L/3. സോ അതിന് നമുക്ക് എന്തെഴുതാം, Δ1 is equal to 2/3 ഡെൽറ്റ എന്ന് കിട്ടും. Δ1ഉം ഡെൽറ്റ തമ്മിലുള്ള റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. θ1ഉം θ2ഉം തമ്മിലുള്ള റിലേഷനും കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇന്റേണൽ വർക്ക് ഡൺ എഴുതാം. സോ ഇന്റേണൽ വർക്ക് ഡൺ is equal to മൊമെന്റ് ഇൻറ്റു റൊട്ടേഷൻ. സോ ഇവിടെ എയിലുള്ള പ്ലാസ്റ്റിക് ഹിഞ്ചിലെ പ്ലാസ്റ്റിക് മൊമെന്റ് 2 MP വരും. ദെൻ ബിയിലുള്ള പ്ലാസ്റ്റിക് മൊമെന്റ് 2 MP തന്നെ വരും. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് സെന്റർ പോർഷൻ L/2 ഡിസ്റ്റൻസിലുള്ള പ്ലാസ്റ്റിക് മൊമെന്റ് ആണ്. L/2 ഡിസ്റ്റൻസിലെ പ്ലാസ്റ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ 2 MPയിൽ നിന്ന് MP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ സി എന്ന് പറഞ്ഞ പോയിന്റ്. അതായത് ആ L/2 ഹാഫ് സ്പാനിലാണ് 2 MP. ദെൻ നെക്സ്റ്റ് ഹാഫ് സ്പാനിനകത്താണ് MP വരുന്നത്. ആ L/2 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പ്ലാസ്റ്റിക് ഹിഞ്ച് കൺസിഡർ ചെയ്ത പോയിന്റ് സി എന്ന് പറഞ്ഞ പോയിന്റിനകത്ത് 2 MPയിൽ നിന്ന് MP-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ AC എന്ന് പറഞ്ഞാൽ സ്പാനിനകത്ത് 2 MP ആണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. CB എന്ന് പറഞ്ഞാൽ സ്പാനിനകത്ത് MP ആണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. സോ സി എന്ന് പറഞ്ഞ പോയിന്റിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2 MPയും MP-യിലെയും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണ്, അതാണ് നമ്മുടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എടുക്കേണ്ടത്. കാരണം അതാണ് അവിടെ വരുന്ന വീക്കർ. ഓക്കെ, സോ ഇവിടെ 2 MPയും MP ആണ്. 2 MPയിൽ നിന്ന് MP-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സി എന്ന് പറഞ്ഞ പോയിന്റ്. സോ അവിടുത്തെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി MP ആണ് എടുക്കേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് ഇന്റേണൽ വർക്ക് ഡൺ എഴുതാം. സോ ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റിൽ 2 MP ഇൻറ്റു θ1, ദെൻ സി എന്ന് പറഞ്ഞ പോയിന്റിൽ MP ഇൻറ്റു θ1 പ്ലസ് θ2, ദെൻ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ MP ഇൻറ്റു θ2. ഓക്കെ, സോ നമുക്ക് ഇവിടെ അറിയാം θ1ഉം θ2ഉം സെയിം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 MP ഇൻറ്റു θ പ്ലസ് MP ഇൻറ്റു θ പ്ലസ് θ പ്ലസ് MP ഇൻറ്റു θ. സോ ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇന്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 5 MP θ.
നെക്സ്റ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ, ദാറ്റ് ഈസ് ദ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, ലോഡ് WC ഇൻറ്റു ഡിസ്റ്റൻസ് Δ1. ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ ലോഡിന്റെ താഴെയുള്ള ഡെൽറ്റ എന്ന് പറഞ്ഞാൽ Δ1 ആണ്. ഓക്കെ, സോ ലോഡ് WC ഇൻറ്റു Δ1. ദെൻ Δ1ഉം ഡെൽറ്റയും തമ്മിൽ റിലേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. കാരണം Δ1ന് നമുക്ക് തീറ്റന്റെ ടേംസിൽ വാല്യൂ അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്റേണൽ വർക്ക് ഡൺ തീറ്റന്റെ ടേമിലാണ്. അപ്പം നമ്മുടെ ഡെൽറ്റയും തീറ്റന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം Δ1നെ ഡെൽറ്റന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് തീറ്റയുടെ ടേമിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഡെൽറ്റയ്ക്കാണ് L/2 തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് Δ1ഉം Δ2 തമ്മിൽ ഡെൽറ്റയും Δ1ഉം തമ്മിൽ നമ്മൾ റിലേഷൻ എഴുതിയത്. അപ്പോൾ Δ1നെ ഡെൽറ്റയുടെ റിലേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ WC ഇൻറ്റു Δ1 2/3 ഡെൽറ്റയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഡെൽറ്റേനെ നമുക്ക് തീറ്റയുടെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ WC ഇൻറ്റു 2/3 ഇൻറ്റു ഡെൽറ്റയ്ക്ക് നമ്മൾ L/2 തീറ്റ എന്ന് കൊടുത്തു. സോ വി ഗെറ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു WC ഇൻറ്റു L/3 തീറ്റ. ദെൻ ഇക്വേറ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ ആൻഡ് ഇന്റേണൽ വർക്ക് ഡൺ. സോ WC into L/3 theta is equal to 5 MP theta. So we get WC is equal to 15 MP by L. So from mechanism 1 and mechanism 2, by comparing the values of WC from mechanism 1 and mechanism 2, the least value is 15 MP by L. So we can say that mechanism 2 is the real collapse mechanism and the real collapse load is 15 MP by L. നമ്മൾ കൊളാപ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലീസ്റ്റ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എല്ലാ പോസിബിൾ മെക്കാനിസംസും കൺസിഡർ ചെയ്തിട്ട് ആ ഓരോ മെക്കാനിസത്തിലും കിട്ടിയ WCയുടെ വാല്യൂ കമ്പയർ ചെയ്യുക. അതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആണ് നമ്മൾ റിയൽ കൊളാപ്സ് ലോഡ്. സോ വി ക്യാൻ റൈറ്റ് മെക്കാനിസം 2 ഈസ് ദ റിയൽ കൊളാപ്സ് മെക്കാനിസം ആൻഡ് ദ കൊളാപ്സ് ലോഡ് ഈസ് ദ 15 MP by L. സോ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്, 15 MP by L. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. Calculate the plastic moment capacity required for the continuous beam with working loads shown in figure. Take load factor is equal to 1.5. ഇതുവരെ നമ്മൾ ചെയ്തത് കൊളാപ്സ് ലോഡ് കണ്ടുപിടിക്കാനായിരുന്നു. സോ ഈ ഒരു പ്രോബ്ലം പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദ കണ്ടിന്യൂസ് ബീം വിത്ത് വർക്കിംഗ് ലോഡ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. സോ ഈ നമുക്ക് തന്നിട്ടുള്ള ഫിഗറിനകത്തുള്ള ലോഡ്സ് വർക്കിംഗ് ലോഡ്സ് ആണ്. ആൻഡ് ടേക്ക് ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 1.5. സോ നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ്സ് എന്ന് പറഞ്ഞാൽ കൊളാപ്സ് ലോഡ് ആയിരിക്കും. കൊളാപ്സ് ലോഡ് അത് ഹിഞ്ച് ഫോം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാക്സിമം മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റിയാണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ലോഡ്സ് ആണ് കൊളാപ്സ് ലോഡ്സ്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് വർക്കിംഗ് ലോഡ്സ് ആണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ലോഡ് ഫാക്ടറും തന്നിട്ടുണ്ട്. സോ കൊളാപ്സ് ലോഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ലോഡ് ഫാക്ടർ ഇൻറ്റു വർക്കിംഗ് ലോഡ്സ് ആണ്. സോ അങ്ങനെ ക്വസ്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൊളാപ്സ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് കൊളാപ്സ് ലോഡ് തന്നെ ആയിരിക്കും. ലോഡ് ഫാക്ടറും അത് തന്നിട്ടുണ്ട്. അതുപോലെ വർക്കിംഗ് ലോഡ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊളാപ്സ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റിനെ കൺവേർട്ട് ചെയ്യുക. കൊളാപ്സ് ലോഡ് ഇസ് ഈക്വൽ ടു വർക്കിംഗ് ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ ആണ്. സോ ഇവിടെ ABC കണ്ടിന്യൂസ് ബീമാണ്. ഇതുവരെ നമ്മൾ AB എന്ന് പറഞ്ഞ ഒരു സിംഗിൾ സ്പാൻ ആയിരുന്നു. സോ ഇവിടെ 2 സ്പാൻ വരുന്നുണ്ട്, AB ആൻഡ് BC. സോ ABയിൽ ഒരു കോൺസെൻട്രേറ്റർ ലോഡ് സെൻട്രലിൽ ആക്ട് ചെയ്യുന്നുണ്ട് 40 kN. ഈ 40 kN വർക്കിംഗ് ലോഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ലോഡ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട് 1.5. ചില കേസസിനകത്ത് നമുക്ക് ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ടാവില്ല, വർക്കിംഗ് ലോഡ്സ് ആണെന്ന് പറയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊളാപ്സ് ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ അസ്യൂം ചെയ്യണം. അസ്യൂം ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 1.5 എന്ന് കൊടുത്തിട്ട് വേണം നമ്മൾ ആ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ 40 ആണ് തന്നിട്ടുണ്ട്, വർക്കിംഗ് ലോഡാണ്. സോ 40 × 1.5 വി ഗെറ്റ് 60 kN. അതാണ് നമ്മുടെ സെക്കൻഡ് ഫിഗർ കാണിച്ചിരിക്കുന്നത്. ബീംസ് വിത്ത് കൊളാപ്സ് ലോഡ്സ് ആണ്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗർ. അതിന് ലോഡ് ഫാക്ടർ ഉണ്ട്. ലോഡ് ഫാക്ടർ കൊണ്ട് നമ്മൾ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലോഡ് കൺവേർട്ട് ചെയ്യും. ആ ഒരു ഫിഗറാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ 20 kN/m ആയിരുന്നു BC എന്ന് പറഞ്ഞ സ്പാനകത്ത് തന്നിട്ടുള്ള ലോഡ്. സോ 20 × 1.5 ചെയ്താൽ 30 kN/m കിട്ടി. നമ്മുടെ BCനകത്തുള്ള ലോഡ് കൊളാപ്സ് ലോഡ് 30 kN/m ആണ്. സോ ഇനിയാണ് നമ്മുടെ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം.
സോ ഇവിടെ എ ബി ബി സി എന്ന് പറഞ്ഞ 2 സ്പാനാണ് തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ എ ബി എന്ന് പറഞ്ഞ സ്പാൻ കൺസിഡർ ചെയ്യണം, അതിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. ബി സി എന്ന് പറഞ്ഞ സ്പാന് വേറെ സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ട് അതിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത്. കണ്ടിന്യൂസ് ബീം ആകുമ്പോൾ തന്നെ നമ്മൾ സെപ്പറേറ്റ് ഓരോ സ്പാനിനെയും സെപ്പറേറ്റ് കൺസിഡർ ചെയ്യുക. ആ സ്പാനിൽ വരുന്ന പോസിബിൾ ആയിട്ടുള്ള മെക്കാനിസംസ് കൺസിഡർ ചെയ്യുക. പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ WC ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, WC കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് മെക്കാനിസം ഓഫ് എ ബി, ഫസ്റ്റ് നമ്മൾ എ ബി എന്ന് പറഞ്ഞ സ്പാനിലെ മെക്കാനിസം കൺസിഡർ ചെയ്യാം. സോ എ ബി എന്ന് പറഞ്ഞ സ്പാൻ എടുക്കുമ്പോൾ എ എന്നുള്ളത് ഒരു ഹിഞ്ചഡ് സപ്പോർട്ടാണ്. അപ്പോൾ ഹിഞ്ചഡ് സപ്പോർട്ട് ആയതുകൊണ്ട് അവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യില്ല, ഓൾറെഡി അതൊരു ഹിഞ്ച് സപ്പോർട്ടാണ്. പിന്നെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാൻ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് എടുക്കുക. ബി എന്നുള്ളൊരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ്. സോ കണ്ടിന്യൂസ് സപ്പോർട്ട് നമുക്കറിയാം ഫിക്സഡ് സപ്പോർട്ട് പോലെ തന്നെ വരിക. സോ അവിടെ ഒരു ഹിഞ്ച് ഫോം ചെയ്യും. കണ്ടിന്യൂസ് ജോയിന്റിൽ നമ്മൾ പറഞ്ഞ ലൊക്കേഷൻസിനകത്ത് ഒരു പോയിന്റ് ആയിരുന്നു, ജോയിന്റ്സിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. സോ ബി എന്ന് പറഞ്ഞൊരു ജോയിന്റ് ആണ്. സോ ബി എന്ന് പറഞ്ഞ ജോയിന്റിനകത്ത് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. സോ എനകത്ത് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യില്ല, അതുകൊണ്ടാണ് ഇവിടെ MP-യുടെ വാല്യൂ എഴുതാത്തത്. എ എന്ന് പോയിന്റിനകത്ത് MP എന്ന് എഴുതിയിട്ടില്ല, അത് പ്ലാസ്റ്റിക് ഹിഞ്ച് അല്ല, അതുകൊണ്ടാണ് അവിടെ MP എന്ന് പറഞ്ഞ വാല്യൂ എഴുതാത്തത്. സോ ബി എന്ന് പറഞ്ഞ പോയിന്റിനകത്ത് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. സോ ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ജോയിന്റ് ആണ്. അവിടെ MP-യുടെ വാല്യൂ 2 MP ആവുന്ന ഒരു പോയിന്റ് കൂടെയാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം എ ടു ബി, എ ബി എന്ന് പറഞ്ഞ സ്പാനിന്റെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി MP ആയിരുന്നു. BC എന്ന് പറഞ്ഞ സ്പാനിന്റെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി 2 MP ആണ്. സോ ബി എന്ന് പറഞ്ഞ ജോയിന്റിനകത്ത് MP-യുടെ വാല്യൂ 2 MP-യിലേക്ക് ആവുന്നുണ്ട്. ബട്ട് നമുക്ക് എടുക്കേണ്ടത് ലീസ്റ്റ് വാല്യൂ ആണ്. MP-യുടെ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ ബി എന്ന് പറഞ്ഞ ജോയിന്റിൽ MP to 2 MP കൺവേർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അവിടെ നമുക്ക് ലീസ്റ്റ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആണ് എടുക്കേണ്ടത്. സോ നമ്മൾ MP-യും 2 MP കമ്പയർ ചെയ്യുമ്പോൾ MP ആണ് ലീസ്റ്റ് വാല്യൂ. സോ MP ആണ് ഇവിടുത്തെ ബി എന്ന് പറഞ്ഞ ജോയിന്റിലെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി വരിക. അതിവിടെ നമ്മൾ എഴുതി. നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ പ്ലാസ്റ്റിക് ഹിഞ്ച് വരുന്നത് അണ്ടർ ദ ലോഡാണ്. ഇനി ഇവിടെ വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാനുള്ളത് ഈ ഒരു അണ്ടർ ദ ലോഡാണ്. അവിടെ തന്നെയാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുക. സോ നമ്മൾ ആ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. അണ്ടർ ദ ലോഡിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് കൺസിഡർ ചെയ്തു. ദെൻ ഈ ഒരു സ്പാനിൽ ത്രൂ ഔട്ട് ഈ സ്പാനിനകത്ത് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയുടെ വാല്യൂ MP ആണ്. അപ്പോൾ ഇവിടെ MP ആണ് വരിക. ഈ ഒരു ജോയിന്റിൽ മാത്രം ബി എന്ന് പറഞ്ഞ ജോയിന്റ് കൺവേർട്ട് ചെയ്യുന്ന MP to 2 MP അല്ലെങ്കിൽ 1.5 MP to 2 MP അങ്ങനെ ജോയിന്റിൽ കൺവേർട്ട് ചെയ്യുന്ന ആ സെക്ഷനിൽ മാത്രമാണ് നമ്മൾ ലീസ്റ്റ് വാല്യൂ എടുക്കേണ്ടത്. സോ അണ്ടർ ദ ലോഡ് ആണ് ആ പോയിന്റിനകത്ത് MP-യുടെ വാല്യൂ MP തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഫിഗർ കൺസിഡർ ചെയ്യുക. θ1 θ2 കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ കിട്ടും 2θ1. ഇവിടെ സെൻട്രലാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ സെൻട്രലിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തീറ്റയുടെ വാല്യൂ സെയിം ആയിരിക്കും. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2θ1 കിട്ടി. ഡെൽറ്റ റൈറ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്തപ്പോഴും ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2θ2 കിട്ടി. ദാറ്റ് ഈസ് θ1 ഈസ് ഈക്വൽ ടു θ2 ഈസ് ഈക്വൽ ടു θ എന്ന് കിട്ടും. ദെൻ ഇന്റേണൽ വർക്ക് ഡൺ എഴുതുക. സോ എ എന്ന് പറഞ്ഞ പോയിന്റിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നില്ല, സോ മൊമെന്റ് കപ്പാസിറ്റി ഇല്ല. സോ ദെൻ നെക്സ്റ്റ് അണ്ടർ ദ ലോഡിൽ MP ഇൻറ്റു θ1 പ്ലസ് θ2. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിനകത്ത് MP ഇൻറ്റു θ2. ഹിയർ θ1ഉം θ2 സെയിം ആണ്. സോ θ1നും θ2നും θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് MP ഇൻറ്റു θ പ്ലസ് MP θ, ദാറ്റ് ഈസ് 3 MP θ. സോ ഇന്റേണൽ വർക്ക് ഡൺ കിട്ടി 3 MP θ. നെക്സ്റ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ എടുക്കുക. എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെ വരുന്ന ഫോഴ്സ് 60 kN ആണ് ഇൻറ്റു ഡെൽറ്റ, WC ഇൻറ്റു ഡെൽറ്റ. WCയുടെ വാല്യൂ 60 ആണ്. ഡെൽറ്റയുടെ വാല്യൂ നമ്മൾ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട് 2θ. ഡെൽറ്റയുടെ വാല്യൂ 2θ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 120 θ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇന്റേണൽ വർക്ക് ഡൺ ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ. ദാറ്റ് ഈസ് 120 θ ഇസ് ഈക്വൽ ടു 3 MP θ. സോ നമുക്കിവിടെ MP ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ MP ഇസ് ഈക്വൽ ടു 120/3, ദാറ്റ് ഈസ് 40 kN/m. സോ നമ്മൾ ഫസ്റ്റ് എ ബി എന്ന് പറഞ്ഞ സ്പാനകത്തുള്ള മെക്കാനിസം കൺസിഡർ ചെയ്തു. സോ MP-യുടെ വാല്യൂ നമുക്ക് 40 kN/m എന്ന് കിട്ടി. നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മൾ BC എന്ന് പറഞ്ഞ സ്പാന് കൺസിഡർ ചെയ്തിട്ട് അതിൽ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. സോ രണ്ട് മെക്കാനിസമാണ് ഇവിടെ വരുന്നത്, രണ്ട് കണ്ടിന്യൂസ് സ്പാൻസ് ആണ്. ഒരു സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസമേ വരുന്നുള്ളൂ. നെക്സ്റ്റ് സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് പോസിബിൾ ആയിട്ട് ഒരു മെക്കാനിസം മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ടോട്ടൽ മെക്കാനിസം 2 ആണ് വരുന്നത്. അതിനനുസരിച്ച് നമ്മൾ MP-യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ MP-യുടെ കിട്ടിയ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി വരിക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് BCയിലെ മെക്കാനിസം കൺസിഡർ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ BC എന്ന് പറഞ്ഞ സ്പാൻ വരുന്നത്. സോ BC കൺസിഡർ ചെയ്യുമ്പോൾ B എന്നുള്ളത് കണ്ടിന്യൂസ് ജോയിന്റ് ആണ്. സോ കണ്ടിന്യൂസ് ജോയിന്റിനകത്ത് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. സോ ഇവിടെ നമ്മൾ വാല്യൂ എഴുതി. ആൻഡ്
ബി എന്ന് പറഞ്ഞ ജോയിന്റിനകത്ത് എം പിയുടെ വാല്യൂ 2 MPa ആവുന്ന ഒരു പോയിന്റ് ആണ്. നമ്മൾ ലീസ്റ്റ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ആണ് എഴുതേണ്ടത്. അതുകൊണ്ട് എം പിയും 2 MPയും കമ്പയർ ചെയ്യുമ്പോൾ എം പി ആണ് ലീസ്റ്റ് വാല്യൂ. സോ നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എം പി എന്ന് എഴുതി. ദെൻ θ1 മാർക്ക് ചെയ്തു, θ1 ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ നമുക്ക് വരുന്നത് സി എന്ന് പറഞ്ഞ ജോയിന്റ് ഒരു റോളർ സപ്പോർട്ടാണ്. സി എന്ന് പറഞ്ഞ ജോയിന്റ് റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് അവിടെ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യില്ല, ഓൾറെഡി അതൊരു ഹിഞ്ചാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ നെക്സ്റ്റ് തേർഡ് പോയിന്റ് സെക്കൻഡ് ആയിട്ടുള്ള നമ്മൾ ബി സി എന്ന് പറഞ്ഞാൽ സ്പാനിനകത്ത് ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് കൂടെ ഫോം ചെയ്യും. അത് എവിടെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉള്ള പോയിന്റ് ഇവിടെ യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. സോ യു ഡി എൽ ആക്ട് ചെയ്യുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് നമുക്ക് അണ്ടർ ദ കോൺസെൻട്രേറ്റർ ലോഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ യു ഡി എൽ കേസിനകത്തും മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണ് ഫോം ചെയ്യുന്നത് അവിടെയാണ് നെക്സ്റ്റ് പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടാവുക. സോ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ബി എന്നുള്ളത് ഒരു ഫിക്സഡ് സപ്പോർട്ട് പോലെയാണ് ആക്ട് ചെയ്യുന്നത്, സി എന്നുള്ളത് ഒരു റോളർ സപ്പോർട്ടാണ്. സോ ഒരു ഫിക്സഡ് സപ്പോർട്ടും ഒരു എൻഡ് ഫിക്സഡും അതർ എൻഡ് റോളറും ആയിട്ടുള്ളൊരു സപ്പോർട്ട് വരുമ്പോൾ നമുക്കറിയാം ഇത് എന്ത് ബീമാണ്, ഒരു പ്രൊപ്പഡ് ക്യാൻലിവർ ബീമാണ്. ഒരു എൻഡ് ഫിക്സഡ് ഇവിടുത്തെ കേസിനകത്ത് ബി എന്നുള്ള ഒരു കണ്ടിന്യൂസ് ജോയിന്റ് ആണ്, അതൊരു ഫിക്സഡ് സപ്പോർട്ട് പോലെയാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ദെൻ സി എന്നുള്ളത് ഒരു റോളർ സപ്പോർട്ടാണ്. സോ ഇതൊരു പ്രൊപ്പഡ് ക്യാൻഡിലർ ബീം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സോ പ്രൊപ്പഡ് ക്യാൻഡിലറിന്റെ കേസിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോം ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റാറ്റിക് മെത്തേഡിനകത്ത് ഡിറൈവ് ചെയ്തിരുന്നു. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോം ചെയ്യുന്ന പോയിന്റ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊപ്പഡ് എൻഡിൽ നിന്ന് 0.414 L ഡിസ്റ്റൻസിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോം ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്, എക്സിന്റെ വാല്യൂ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പ്രൊപ്പഡ് ക്യാൻഡിലിവറിനകത്ത് യു ഡി എൽ ആക്ട് ചെയ്യുമ്പോൾ പ്രൊപ്പഡ് എൻഡിൽ നിന്നും 0.414 L ഡിസ്റ്റൻസിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോം ചെയ്യുക. സോ നമ്മൾ അവിടെയാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് ക്രിയേറ്റ് ആവുക. സോ നമ്മൾ അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്, 0.414 L എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റിനകത്താണ് നമ്മുടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുക, സെക്കൻഡ് പ്ലാസ്റ്റിക് ഹിഞ്ച്. അതായത് ഒന്ന് നമ്മുടെ ബി എന്ന് പറഞ്ഞ ജോയിന്റിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. പിന്നെ സി എന്നുള്ള റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് അവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടാവില്ല. ദെൻ ബി സി എന്ന് പറഞ്ഞ സ്പാനകത്ത് ഫോം ചെയ്യുന്നത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉള്ള പോയിന്റിലായിരിക്കും. സോ ഈ ഒരു കേസിനകത്ത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോം ചെയ്യുന്നത് പ്രൊപ്പഡ് എൻഡിൽ നിന്ന്, സി എന്ന് പറഞ്ഞ എൻഡിൽ നിന്ന് 0.414 L ഡിസ്റ്റൻസിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫോം ചെയ്യുക. സോ അവിടെയാണ് നമ്മുടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുക. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ബി സി എന്ന് പറഞ്ഞ സ്പാനകത്ത് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി 2 MPa ആണ് വരുന്നത്. സോ ഇവിടെ വാല്യൂ 2 MPa ആയിരിക്കും. എം പിയുടെ വാല്യൂ 2 MPa വരും. ഇവിടെ ബി എന്ന് പറഞ്ഞ ജോയിന്റിനകത്ത് MP തന്നെ ആയിരിക്കും വരിക. ദെൻ നമുക്ക് നെക്സ്റ്റ് ഇവിടെ 0.414 L ആണെങ്കിൽ ടോട്ടൽ നമുക്കറിയാം L ആണ്. ടോട്ടൽ L ആണെങ്കിൽ ഇവിടെ 0.414 L ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 0.586 L ആയിരിക്കും. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ലോഡ് W ആക്ട് ചെയ്യുന്നത്. യു ഡി എൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് പോയിന്റിൽ നമ്മൾ പ്ലാസ്റ്റിക് ഹിഞ്ച് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് θ1 ഉം θ2 തമ്മിൽ റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സെക്ഷൻ എടുക്കുമ്പോൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0.586 L θ1 വരും. റൈറ്റ് ഹാൻഡ് സൈഡ് സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0.414 L θ2 എന്ന് വരും. സോ അതിൽ നിന്ന് നമുക്ക് θ2 ഇസ് ഈക്വൽ ടു 0.586 L divided by 0.414 L into θ1. That is θ2 is equal to 1.415 θ1. θ2 θ2 തമ്മിൽ റിലേഷൻ കിട്ടി. Then internal work done is equal to internal work done എഴുതാം. സോ B എന്ന് പറഞ്ഞ സപ്പോർട്ടിനകത്ത് MP into θ1. B എന്ന് പറഞ്ഞ സപ്പോർട്ടിനകത്തുള്ള ഇന്റേണൽ വർക്ക് ഡൺ MP into θ1. Then മാക്സിമം ബെൻഡിങ് മൊമെന്റ് പോയിന്റിലുള്ള ഇന്റേണൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 2 MP into θ1 plus θ2. അത് ആഡ് ചെയ്തു. ദെൻ സി എന്ന് പറഞ്ഞ ജോയിന്റ് റോളർ ആണ്, അവിടെ ഹിഞ്ച് ഇല്ല. സോ എം പിയുടെ വാല്യൂ 0 ആണ്. ദെൻ θ2ന് നമ്മൾ 1.415 θ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ഇന്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു MP into θ1 plus 2 MP into θ1 plus 1.415 θ1. That is internal work done is equal to 5.83 MP θ1. നെക്സ്റ്റ് നമുക്ക് എക്സ്റ്റേണൽ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. യു ഡി എൽ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് ഇൻറ്റു ആവറേജ് ഡിസ്റ്റൻസ് മോഡ്. ഇക്വേഷൻ മറക്കരുത്. യു ഡി എൽ ആക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ലോഡ് ഇൻറ്റു ആവറേജ് ഡിസ്റ്റൻസ് മോഡാണ് കൺസിഡർ ചെയ്യേണ്ടത് എക്സ്റ്റേണൽ വർക്ക് ഡൺ എടുക്കുമ്പോൾ. ദാറ്റ് ഈസ് ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ യു ഡി എല്ലിൻ്റെ ടോട്ടൽ ലോഡ് W ഇൻറ്റു L ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 30 into 6 എന്ന് വരും. ദെൻ ആവറേജ് ഡിസ്റ്റൻസ് മീൻസ് ഡെൽറ്റ ബൈ 2. ഡെൽറ്റയുടെ ഹാഫ് ആവറേജ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഡെൽറ്റ ബൈ 2. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 into 6 into 1/2 into ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0.586 into L θ1 ആണ്.
ദെൻ ഇവിടുത്തെ ബി സി എന്ന് പറഞ്ഞാൽ സ്പാനിന്റെ എല്ല്, ബി സി എന്ന് പറഞ്ഞ സ്പാനിന്റെ എല്ല് വരുന്നത് 6 മീറ്റർ ആണ്. ഓക്കെ, സോ എല്ലിന് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 30 into 6 into 1/2 into 0.586 into 6 theta 1. So we get external work done is equal to 316.44 theta 1. Then external work done is equal to internal work done, that is 316.44 theta 1 is equal to 5.83 MP theta 1. That is MP is equal to 316.44 by 5.83. That is MP is equal to 54.28 kilonewton meter. സോ നമ്മുടെ മെക്കാനിസം ഓഫ് എ ബി മെക്കാനിസം ഓഫ് ബി സിയും കൺസിഡർ ചെയ്തിട്ട് എം പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. മെക്കാനിസം ഓഫ് എ ബിയിൽ നമുക്ക് എം പിയുടെ വാല്യൂ കിട്ടിയത് 40 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. ആൻഡ് മെക്കാനിസം ഓഫ് ബി സി കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എം പിയുടെ വാല്യൂ കിട്ടിയത് 54.28 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. സോ നമ്മൾ എം പിയുടെ വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ ഹയസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ ഇവിടെ ഹയസ്റ്റ് വാല്യൂ വരുന്നത് 54.28 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. ദാറ്റ് ഈസ് ദ റിക്വയർഡ് വാല്യൂ ഓഫ് എം പി ഇസ് ഈക്വൽ ടു 54.28 കിലോന്യൂട്ടൺ മീറ്റർ. സോ വി ക്യാൻ റൈറ്റ് ദ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഓഫ് എ ബി. എ ബിയുടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് എം പി ആണ്. സോ എ ബിയുടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു 54.28 കിലോന്യൂട്ടൺ മീറ്റർ തന്നെ വരും. ബട്ട് ബി സിയുടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് 2 MP എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് 2 into 54.28 ദാറ്റ് ഈസ് 108.56 കിലോന്യൂട്ടൺ മീറ്റർ ആണ് ബി സിയുടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. നമ്മൾ ഇങ്ങനെ എഴുതണം. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഓരോ സ്പാനും കൺസിഡർ ചെയ്തിട്ട് അതിന്റെ എം പിയുടെ വാല്യൂ എത്രയാണ് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്, 1 MP ആണോ 2 MP ആണോ 1.5 MP ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ഓരോ സ്പാൻഡേയും സെപ്പറേറ്റ് എഴുതണം. പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഓഫ് എ ബി നമുക്ക് എം പി ആയിരുന്നു, അതുകൊണ്ട് 54.28 കിലോന്യൂട്ടൺ മീറ്റർ. ദെൻ ബി സിയുടെ എം പി ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് 2 MP ആയിരുന്നു, ദാറ്റ് ഈസ് 2 into 54.28 എന്ന് വന്നു, ദാറ്റ് ഈസ് 108.56 കിലോന്യൂട്ടൺ മീറ്റർ. സോ ഇങ്ങനെയാണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി, അതായത് കണ്ടിന്യൂസ് ബീമിന്റെ കൈനമാറ്റിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വർക്കിംഗ് ലോഡ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇൻറ്റു ലോഡ് ഫാക്ടർ ചെയ്തിട്ട് കൊളാപ്സ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. എത്ര സ്പാൻ തന്നിട്ടുണ്ടെന്ന് നോക്കുക, ഓരോ സ്പാനും സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ട് ഓരോ മെക്കാനിസം കൺസിഡർ ചെയ്യാം. ഇപ്പോൾ മെക്കാനിസം ഓഫ് എ ബി എടുത്തു, മെക്കാനിസം ഓഫ് ബി സി എടുത്തു, ഇനി സി ഡി ഉണ്ടെങ്കിൽ മെക്കാനിസം ഓഫ് സി ഡി എടുക്കുക. ഓരോ സ്പാനിലും എത്ര മെക്കാനിസം വരും നോക്കുക. ഇവിടെ നമുക്ക് എ ബി എന്ന് പറഞ്ഞ സ്പാനിൽ ഒരു കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഒരു മെക്കാനിസം വന്നുള്ളൂ. ഇനി എ ബി എന്ന് പറഞ്ഞ സ്പാനകത്ത് 2 കോൺസെൻട്രേറ്റർ ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 മെക്കാനിസം വരും. ആദ്യം എ ബി എന്ന് പറഞ്ഞ സ്പാൻ എടുക്കുക, അതിനകത്ത് ഫസ്റ്റ് ലോഡിന്റെ അണ്ടറിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് വരുന്നത് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസം വരും. ദെൻ സെക്കൻഡ് കോൺസെൻട്രേറ്റർ ലോഡിന്റെ താഴെയാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് വരിക എന്നുള്ള അസംഷനിൽ വേറൊരു മെക്കാനിസം വരും. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ സ്പാനകത്ത് തന്നെ 2 മെക്കാനിസം വരും. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മെക്കാനിസംസ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, 2 പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.